بعد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم علمنا ما ينفعنا وانفعنا بما علمتنا رب زدنا علما. കഴിഞ്ഞ ക്ലാസ്സിൽ ഹംസത്തുൽ വസ്ലിന്റെ ഭാഗമായിരുന്നു നമ്മൾ പഠിച്ചത്. ഹംസത്തുൽ വസ്ലി ചില സമയങ്ങളിൽ ദമ്മ് ചെയ്തും കെസറ് ചെയ്തുമൊക്കെ ഓതും. ചേർത്തോതാത്ത സമയങ്ങളിൽ, അത് ഹംസത്തുൽ വസ്ലിന്റെ തുടക്കത്തിൽ ഒരു വാക്കായിട്ട് അത് ഉച്ചരിക്കുകയാണെങ്കിൽ ഹംസത്തുൽ വസ്ല് ചില സന്ദർഭങ്ങളിൽ കെസറ് വരും, ചില സന്ദർഭങ്ങളിൽ ദമ്മ വരും എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ആർക്കെങ്കിലും അറിയാം എങ്ങനെയാണ് ദമ്മ ആണെന്ന് നമുക്ക് അറിയാൻ സാധിക്കുക? ഹംസത്തുൽ വസ്ലിന്റെ ഹറക്കത്ത് ദമ്മയാണെന്നും അല്ലെങ്കിൽ ഹംസത്തുൽ വസ്ലിന്റെ ഹറക്കത്ത് കെസറാണെന്നും നമുക്ക് എങ്ങനെ അറിയാൻ സാധിക്കും? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ്. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? ഹലോ, ഇല്ല. അഥവാ ഹംസത്തുൽ വസ്ല് ഒരു വാക്കിലെ ഹംസത്തുൽ വസ്ലിന്റെ അക്ഷരം മുതൽ, ആ ഹംസത്തുൽ വസ്ൽ എന്ന അക്ഷരം മുതൽ മൂന്നാമത്തെ അക്ഷരത്തിന്റെ ഹറക്കത്തിനെ പരിഗണിച്ചു കൊണ്ടാണ് നമ്മൾ ഹംസത്തുൽ വസ്ലിനെ ദമ്മയാണെങ്കിൽ ദമ്മും കെസറാണെങ്കിൽ കെസറുമായി നമ്മൾ ഉച്ചരിക്കേണ്ടത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ യഖറ എന്ന വാക്കിൽ എന്തുണ്ട്? ഹംസത്തുൽ വസ്ലുണ്ട്. അപ്പൊ അതിലെ ഹംസത്തുൽ വസ്ലിനെ ദമ്മയാണോ കെസറാണോ എന്ന് പരിഗണിക്കുന്നത് എങ്ങനെയാണ്? അതിലെ മൂന്നാമത്തെ അക്ഷരം റായിന്റെ ഹറക്കത്ത് ഫത്ഹ. അപ്പോ ഫത്ഹയാണ് എങ്കിൽ എന്താവും? കെസറാക്കി നമ്മൾ ഓതും. ഫത്ഹയാണ്, മൂന്നാമത്തെ അക്ഷരം ഫത്ഹയാണ് എങ്കിൽ ഹംസത്തുൽ വസ്ലിനെ എന്ത് ചെയ്യും? കെസറാക്കി നമ്മൾ പാരായണം ചെയ്യും. രണ്ടാമത്തെ ഉദാഹരണം ഉഅ്ബുദു. അണ്ട, അവിടെ എന്തുണ്ട്? ഹംസത്തുൽ വസ്ലുണ്ട്. അതിന് മൂന്നാമത്തെ അക്ഷരം, ആ അക്ഷരം മുതൽ മൂന്നാമത്തെ അക്ഷരം ഏതാണ്? ദാലാണ്. ആ ദാലിന്റെ ബായാണ്. ആ ബായിന്റെ ഹറക്കത്ത് ദമ്മയാണ്. അപ്പോ മൂന്നാമത്തെ അക്ഷരത്തിന് ദമ്മ വന്നത് കൊണ്ട് ഹംസത്തുൽ വസ്ലിന് എന്താവും? ദമ്മയായിട്ട് നമ്മൾ ഉച്ചരിക്കും. ഉഅ്ബുദു. അതേപോലെയാണ് ഇഹ്ദിന സിറാത്ത. അവിടെ എന്തുണ്ട്? അവിടെയും ഹംസത്തുൽ വസ്ൽ ഒരു വാക്കിന്റെ തൊട്ട് മുമ്പിൽ വന്നു, ആദ്യത്തെ അക്ഷരമായി വന്നു. അപ്പൊ അവിടെ കെസറാണോ ദമ്മയാണോ പരിഗണിക്കുന്നത് എങ്ങനെയാണ്? മൂന്നാമത്തെ അക്ഷരത്തിന്റെ ഹറക്കത്ത് നോക്കും. മൂന്നാമത്തെ അക്ഷരത്തിന്റെ ഹറക്കത്ത് ഏതാണ്? കെസറാണ്. അപ്പൊ നമ്മൾ ഹംസത്തുൽ വസ്ലിനെ കെസറാക്കി നമ്മൾ ഉച്ചരിക്കും. അപ്പൊ മൂന്നാമത്തെ അക്ഷരം ഫത്ഹയാണ്, ഫത്ഹ അല്ലെങ്കിൽ കെസർ ആണ് എങ്കിൽ, മൂന്നാമത്തെ അക്ഷരം ഫത്ഹ അല്ലെങ്കിൽ കെസർ ആണെങ്കിൽ ഹംസത്തുൽ വസ്ല് കെസറാക്കി തന്നെ നമ്മൾ എന്ത് ചെയ്യും? പാരായണം ചെയ്യും. ഇനി മൂന്നാമത്തെ അക്ഷരം ദമ്മ് ആണെങ്കിൽ എന്താണ്? ആ ഹംസത്തുൽ വസ്ലിനെ ദമ്മാക്കിയാണ് നമ്മൾ പാരായണം ചെയ്യേണ്ടത്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്ത വിഷയങ്ങളാണ്. പിന്നെ അല്ലതിയൊക്കെ നമ്മൾ എന്താണ്? അവിടെ ഹംസത്തുൽ വസ്ൽ അല്ല എന്ത് ചെയ്യും? നമ്മൾ ഉച്ചരിക്കും അല്ലതി അല്ല അല്ലത്തി. അത് എവിടെ വന്നാലും അങ്ങനെയാണ്. ഒറ്റയ്ക്ക് വരുമ്പോ ആ അലിഫിനെ നമ്മൾ എന്ത് ചെയ്യും? ഉച്ചരിക്കുക തന്നെയാണ് വേണ്ടത്. അല്ലാതെ അവിടെ ഹംസത്തുൽ വസ്ലിനെ വായിക്കാതെ നമുക്ക് ഉച്ചരിക്കാൻ എന്താണ്? വായിക്കാതിരിക്കാൻ പാടില്ല. അപ്പൊ ചേർത്ത് വരികയാണെങ്കിൽ അല്ലത്തിയും അല്ലതിയൊക്കെ മറ്റൊരു വാക്കിനോട് ചേർന്ന് വരികയാണെങ്കിൽ ഹംസത്തുൽ വസ്ൽ അവിടുത്തെ വരുന്ന അലിഫ് എന്താവും? സൈലന്റ് ആവും. എന്നാൽ ഒറ്റയ്ക്ക് ഉച്ചരിക്കുമ്പോൾ അല്ലതി അല്ലതി എന്ന രൂപത്തിൽ ഫത്ഹ കൊണ്ടാണ് നമ്മൾ ഉച്ചരിക്കേണ്ടത്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. പിന്നെ ഹംസത്തുൽ വസ്ലിന്റെ മുമ്പുള്ള അക്ഷരം മദ്ദിന്റെ അക്ഷരമാണ് എങ്കിൽ ആ മദ്ദിന്റെ അക്ഷരത്തെ നമ്മൾ നീട്ടാൻ പാടില്ല നമ്മൾ പഠിച്ചു അല്ലേ? ഇപ്പൊ ഇല്ലബ്തിഗാ എന്ന വാക്കിൽ എന്ത് വന്നു?
ഇല്ല പ്ലസ് ഇബ്തിഗ ആണ്. ഇല്ല ഇബ്തിഗ. പക്ഷെ അവിടെ നമ്മൾ ഇല്ല എന്ന വാക്കില ലാമിന് വന്ന മദ്ദിനെ നമ്മൾ നീട്ടുന്നില്ല. കാരണം എന്താണ്? അതിന് തൊട്ട് മുമ്പ് ഹംസത്തിൽ വസ്ൽ വന്നത് കൊണ്ട് ആ മദ്ദിനെ നമ്മൾ നീട്ടാതെ നേരെ എന്ത് ചെയ്യും? ഹംസത്തിൽ വസ്ലിന് ശേഷമുള്ള അക്ഷരത്തിലേക്ക് നമ്മൾ ചേർത്ത് വായിക്കും. ഇല്ല ഇബ്തിഗാ, ഇല്ല ഇബ്തിഗാ. അതുപോലെയാണ് ഒന്നാമത്തെ ആയത്ത് വഖാലുൽ ഹംദു, വഖാലുൽ ഹംദു. അവിടെ വഖാലു അൽഹംദു, വഖാലു അൽഹംദു ആണ്. പക്ഷെ അവിടെ ഹംസത്തിൽ വസ്ലിന് മുമ്പ് എന്താണ്? മദ്ദിന്റെ അക്ഷരം വന്നു. അവിടെ ഒന്ന് അലിഫ് നമ്മൾ നോക്കൂല, അലിഫ് സൈലന്റ് ആണ്. ഓൾറെഡി അവിടെ എന്താണ്? അലിഫ് സുക്കൂനാണ്, റൗണ്ട് ഷേപ്പിലുള്ള സുക്കൂൻ ഉണ്ട്. അതുകൊണ്ട് ഓൾറെഡി എന്താണ്? അവിടെ അലിഫ് സൈലന്റ് ആണ്. അപ്പൊ നമ്മൾ അലിഫ് നോക്കണ്ട. ആ ഹംസത്തിൽ വസ്ലിന് ശേഷമുള്ള മദ്ദിന്റെ അക്ഷരം വന്നത് കൊണ്ട് എന്താണ്? ലാമിനെ നീട്ടാതെ നേരെ ഹംസത്തിൽ വസ്ലിന് ശേഷമുള്ള സുക്കൂണ ലാമിലേക്ക് ചേർത്ത് ഓതും. വഖാലുൽ, വഖാലുൽ. അപ്പൊ അവിടെ എന്താണ് നമ്മൾ പ്രത്യേകമായി നോക്കേണ്ട? അവിടുത്തെ വഖാലു എന്നതിലെയും ഇല്ല എന്നതിലെയും മദ്ദിന്റെ അക്ഷരത്തെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? നീട്ടി ഓതുന്നില്ല. കാരണം എന്താണ്? ഹംസത്തുൽ വസ്ല് അതിന് ശേഷം വന്നത് കൊണ്ടാണ് അവിടുത്തെ മദ് നീട്ടാത്തത്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ചർച്ച ചെയ്ത വിഷയം. പിന്നെ ഇത് ഈ നിയമങ്ങളൊന്നും പെടാത്ത പൊതുവായിട്ടുള്ള നിയമങ്ങളാണ് നമ്മൾ എന്ത് പറഞ്ഞത്. മൂന്നാമത്തെ സാധാരണ നമ്മള് ഹംസത്തുൽ വസ്ലിനെ കെസറാണോ ദമ്മാണോ പരിഗണിക്കുന്ന എങ്ങനെയാണ്? മൂന്നാമത്തെ അക്ഷരത്തിന്റെ ഹറക്കത്ത് നോക്കിയിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത്. പക്ഷെ അങ്ങനെ ഹറക്കത്ത് നോക്കാതെ നമ്മൾ എന്ത് ചെയ്യാണ്? കെസർ കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? തുടങ്ങുകയാണ്. എങ്ങനെ? ഒറ്റയ്ക്ക് ഓതുമ്പോ ഇപ്പൊ ഇതില് ഈസബിനി എന്ന ഇവിടെ വാക്കില്ലേ, ഇന്നല്ലാഹ യുബശ്ശിറുകി ബികലിമത്തിൻ മിൻഹു ഇസ്മുഹുൽ മസീഹ് ഈസബ്. അവിടെ ചേർത്ത് ഓതുമ്പോ ഈസബിൻ എന്ന് പറയും. എന്നാൽ അത് ഒറ്റയ്ക്ക് ഓതുകയാണെങ്കിൽ ഹംസിൽ വസ്ൽ വന്ന അക്ഷരമില്ലേ ഇബിൻ, അവിടെ എന്താണ്? ഇബിൻ എന്ന് പറയുമ്പോൾ ആ ഹംസത്തുൽ വസ്ൽ എന്താണ്? കെസറാക്കി തന്നെയാണ് ഓതേണ്ടത്. പക്ഷെ അവിടെ മൂന്നാമത്തെ അക്ഷരം നോക്കിയാൽ ദമ്മാണ് മൂന്നാമത്തെ അക്ഷരം. അപ്പൊ നമുക്ക് ഇവിടെ ഉബുനെന്ന് ഓതാൻ പറ്റുമോ? ഇല്ല. അത് പൊതു നിയമത്തിൽ നിന്നും വ്യത്യസ്തമായി നിൽക്കുന്ന ഒരു വാക്കാണ്. അപ്പൊ അത് ഇബിൻ എന്നാണ്. എപ്പോഴും എന്താണ്? അത് ഹംസുൽ വസ്ലിന് കെസറാക്കി തന്നെയാണ് നമ്മൾ ഉച്ചരിക്കേണ്ടത്. അതുപോലെയാണ് ഫഖാലുബ്നു, അവിടെയും എന്താണ്? ഇബിനു ആണ്. ഫഖാലുബ്നു അവിടെ ലാമിനെ നീട്ടുന്നില്ല, ഫഖാലു ഇബിനു ആണ്. ഫഖാലു ഇബിനു. പക്ഷെ നമ്മൾ ഫഖാലുബ്നു ഖാലൂലെ ലാമിനെ എന്ത് ചെയ്യില്ല? മദ് ചെയ്യുകയില്ല. കാരണം അതിന് ശേഷം എന്ത് വന്നു? ഹംസത്തുൽ വസ്ൽ വന്നതിനാൽ ലാമിനെ മദ് ചെയ്യാതെ ബായിലേക്ക് സുക്കൂൻ ചെയ്ത് ചേർത്ത് വായിക്കുക. ഫഖാലുബ്നു. ഇനി അവിടെ ഇബിനു എന്ന വാക്ക് ഒറ്റയ്ക്ക് വായിക്കുകയാണെങ്കിൽ ഹംസത്തുൽ വസ്ൽ എന്ത് ചെയ്യണം? കെസർ തന്നെ നമ്മൾ കൊടുത്തുച്ചരിക്കണം. അതുപോലെയാണ് ഇനിംബ്രു, അവിടെ ചേർത്ത് വായിക്കുമ്പോൾ എന്താണ്? ഹംസത്തുൽ വസ്ലിനെ വായിക്കാതെ കെസറിന്റെ നൂനിനെ എന്ത് ചെയ്യും? നൂൻ കെസറായ നേരെ സുക്കൂണുള്ള മീമിലേക്ക് നമ്മൾ ചേർത്ത് വായിക്കും. ഇനിംബ്രു, ഇനിം. പക്ഷേ അവിടെ നമ്മൾ എന്താണ്? മീമിനെ അവിടെ ഇംബ്രു എന്ന വാക്ക് എന്താണ്? അവിടെ കെസറാണ് എപ്പോഴും. എന്നാൽ മൂന്നാമത്തെ അക്ഷരം ദമ്മാണ്. നമ്മൾ പഠിച്ച നിയമമാണ് എങ്കിൽ എന്താണ്? നിയമം അനുസരിച്ചാണ് എങ്കിൽ മൂന്നാമത്തെ അക്ഷരം ദമ്മാണെങ്കിൽ നമ്മൾ ഹംസത്തുൽ വസ്ലിന് ഏത് ഹറക്കത്താണ് കൊടുക്കേണ്ടത്? ഒറ്റയ്ക്ക് വായിക്കുകയാണെങ്കിൽ അതെ ദമ്മാണ്. പക്ഷെ പൊതു നിയമത്തിൽ നിന്നും ഇങ്ങനെയുള്ള കുറച്ച് വാക്കുകളുണ്ട്. അതെന്താണ്? വ്യത്യസ്തമായിരിക്കും. മനസ്സിലാക്കി? ഇബിൻ എന്ന വാക്ക്, ഇംബ്രൂൻ എന്ന വാക്ക്, ഇതെപ്പോഴും എന്താണ്? ആ ഹംസക്ക് കെസറാക്കി തന്നെയാണ് വായിക്കേണ്ടത്. ഇൻഷാ അല്ലാഹ്. ഇനി നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച സുമ്മ ഖുദൂ ഇലൈ, അതിലെന്താ? മൂന്നാമത്തെ അക്ഷരം നോക്കാതെ കെസർ കൊണ്ട് നമ്മൾ തുടങ്ങേണ്ട വേറൊരു വാക്കാണെന്ന്. നേരത്തെ ബാക്കിയാണ്. PDF ഒന്നുകൂടി ഹെഡിങ് കൊടുത്തിട്ടുള്ളൂ. അവിടെ ബോദിനെ മൂന്നാമത്തെ അക്ഷരം ദമ്മാണ്. പക്ഷെ നമ്മൾ ഒറ്റയ്ക്ക് വായിക്കുമ്പോൾ, ചേർത്ത് വായിക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ നിയമമാണ്. ഹംസത്തുൽ വസ്ലിനെ വായിക്കാതെ ശേഷമുള്ള സുക്കൂണുള്ള ഖാഫിലേക്ക് മീമിനെ ചേർത്ത് വായിക്കും. അത് ഓക്കെയാണ്. പക്ഷെ നമ്മൾ ഒറ്റയ്ക്ക് ആ വാക്കിനെ വായിക്കുകയാണെങ്കിൽ എന്താണ്? അവിടുത്തെ ഹംസത്തുൽ വസ്ലിൽ നമ്മൾ മൂന്നാമത്തെ അക്ഷരം ദമ്മാണ് എന്ന് പരിഗണിക്കൂല. അങ്ങനെ പരിഗണിച്ചോണ്ട് ഖുദൂ എന്ന് നമ്മൾ എന്ത് ചെയ്യില്ല? വായിക്കുക. അത് എന്തെന്ന് വെച്ചാൽ ആ വാക്ക് അങ്ങനെയാണ് എഴുതുക, ആ വാക്ക് അങ്ങനെയാണ് വായിക്കേണ്ടത്. അപ്പോ ആ ഹംസത്തുൽ വസ്ലിനെ കെസറാക്കിയാണ് നമ്മൾ എന്ത് ചെയ്യാനുള്ള വായിക്കേണ്ടത്. ആ ഫിഅലി അതിന്റെ രൂപം അങ്ങനെയാണ്. ഖദ എന്ന ഫിഅലാണെന്ന് തോന്നുന്നു എനിക്ക്.
യഖ്ദു അത് അംറാണ്. യഖ്ദു. ഇനി രണ്ടാമത്തേത് വൻതലഖ. വൻതലഖ എന്നതിലെ വാവ് അത്ഫിന്റെ വാവ് അഥവാ ആൻഡി എന്ന് പറയുന്ന വേണ്ടി ഉപയോഗിക്കുന്ന വാവാണ്. ഇനി വാവിനെ മാറ്റി നമ്മൾ എങ്ങനെ വായിക്കും? ഇൻതലഖ. പക്ഷെ അവിടെ എന്തുണ്ട്? മൂന്നാമത്തെ അക്ഷരം എന്താണ്? ഫത്ഹയാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇൻതലഖ എന്ന് വായിക്കാം. ഇൻതലഖ എന്ന് വായിക്കാം. ഇനി മിൻഹും അനിംഷു. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പൊതു നിയമത്തിൽ പെടാത്ത ഹംസത്തുൽ വസ്ലിന്റെ നിയമം വരുന്നത്. അനിംഷു. അനിംഷു എന്ന വാക്കിൽ എന്തുണ്ട്? ഇംഷു. അവിടെ മൂന്നാമത്തെ അക്ഷരത്തിന്റെ ഹറക്കത്ത്, ഹംസത്തുൽ വസ്ലി മുതൽ മൂന്നാമത്തെ അക്ഷരത്തിന്റെ ഹറക്കത്ത് എന്താണ്? ദമ്മയാണ്. അപ്പോ മൂന്നാമത്തെ അക്ഷരത്തിന്റെ ഹറക്കത്ത് ദമ്മയാണ് എങ്കിൽ ഹംസത്തുൽ വസ്ലി ഏത് ഹറക്കത്താണ് നമ്മൾ ഉച്ചരിക്കേണ്ടത്? ഏത് ഹറക്കത്തില്ല? പക്ഷെ ഇവിടെ നമുക്ക് ഉച്ചരിക്കാൻ സാധിക്കോ? ഉംഷു എന്ന് ഉച്ചരിക്കാൻ പറ്റുമോ? ഇല്ല. ഇംഷു. അനിംഷു. ചേർത്ത് വായിക്കുമ്പോ അനിംഷു, ഒറ്റയ്ക്ക് വായിക്കുമ്പോ എന്താണ്? ഇംഷു. ഇംഷു എന്ന് നമ്മൾ വായിക്കും. അതേപോലെയാണ് വസ്ബിറു എന്നുള്ളത്. അവിടെ എന്താണ്? ഇസ്ബിറു. അവിടെ ഹംസത്തുൽ വസ്ലിന് എന്തുണ്ട്? മൂന്നാമത്തെ അക്ഷരം കെസറാണ്. അതുകൊണ്ട് അവിടെ എന്താക്കും? നമ്മള് കെസറാക്കുന്നത്. നമ്മള് നിയമത്തിൽ പെട്ടത് തന്നെയാണ്. മൂന്നാമത്തെ അക്ഷരം ബായിന് കെസർ വന്നത് കൊണ്ട് എന്താണ്? ഹംസത്തുൽ വസ്ലിന് കെസറാക്കി നമ്മൾ വെച്ചു. അപ്പൊ അതിൽ ഇംഷു മാത്രമാണ് നമ്മളെ പൊതുവായ ഹുക്മിൽ പെടാത്തത്. ഇനി വംബു എന്ന വാക്ക് സൂറത്ത് ഹജ്റിൽ വംബു എന്ന വാക്ക്, വംബു ഹൈതു തുമറൂൻ. അവിടെ വംബു എന്ന വാക്ക് ഒറ്റയ്ക്ക് വാവ് മാറ്റി, വാവ് നമ്മൾ ആന്റിന് വന്ന വാവാണ്, ആ വാവിനെ മാറ്റിയിട്ട് നമ്മൾ ഒറ്റയ്ക്ക് ഉച്ചരിക്കുകയാണെങ്കിൽ എന്താണ്? ആ ദോദിനും ദൊമ്മാണ്. മൂന്നാമത്തെ അക്ഷരം അതിന്റെ ഹറക്കത്ത് ദൊമ്മാണ്. അപ്പൊ നമുക്ക് ദൊമ്മായിട്ട് ഉച്ചരിക്കാൻ പറ്റൂല. അവിടെ എന്താണ്? പൊതു നിയമത്തിൽ നിന്നും വ്യത്യസ്തമാണ് ഇംബു. അവിടത്തെ ഹംസത്തുൽ വസ്ലിനെ എന്ത് ചെയ്യണം? കെസറാക്കി നമ്മൾ ഉച്ചരിക്കേണ്ടതാണ്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്ത വിഷയങ്ങളാണ്. പക്ഷെ റെക്കോർഡിൽ എന്തോ ഒരു മിസ്റ്റേക്ക് വന്നിരുന്നു, ഇടയ്ക്ക് എന്തോ കട്ടാവുകയോ ചെയ്തു. അതുകൊണ്ടാണ് ഒന്നുകൂടി ഞാൻ ഒന്ന് റിവിഷൻ ചെയ്തത്. പിന്നെ അതുപോലെയാണ് എന്ത്? ഈത്തൂനി, ഈത്തു. ഇവിടെയൊക്കെ എന്താണ്? ഹംസയ്ക്ക് സുക്കൂനാണ്. പക്ഷെ ഖിറാഅത്തിൽ വരുമ്പോ എന്താണ്? ഇത്തൂനി എന്ന് ഓതൂല. ഖിറാഅത്തിൽ വരുമ്പോ ഈത്തൂനിയാണ് നമ്മൾ ഓതുന്നത്. അവിടെ ഹംസയെ എന്താക്കൂല? സുക്കൂനാക്കി നമ്മൾ പാരായണം ചെയ്യില്ല. അതേപോലെയാണ് ഇത്തു ബി കിതാബി. അവിടെയും ഈത്തൂനി ബി കിതാബി. ഈത്തൂനി അല്ല, പക്ഷെ അവിടെ ഹംസ കൊടുത്തിട്ടുണ്ട്, ഹംസയ്ക്ക് സുക്കൂൻ. പക്ഷെ അവിടെ ഓതുമ്പോ എന്താണ്? നമ്മൾ നേരത്തെ മുകളിൽ കണ്ട രൂപത്തിലുള്ള ഈത്തൂനി, അവിടെ ഹംസയെ നീട്ടി, എന്താണ്? ഹംസത്തുൽ വസ്ലിനെ കെസർ കൊണ്ട് നീട്ടി നമ്മൾ എന്ത് ചെയ്യണം? ഈത്തൂനി ബി കിതാബി മിൻ ഖബ്ലി എന്ന രൂപത്തിൽ നമ്മൾ പാരായണം ചെയ്യേണ്ടതാണ്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന ഹംസത്തുൽ വസ്ലിന്റെ തന്നെ ബാക്കി കുറച്ച് ഭാഗമുണ്ട്. അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പോ ഇതും എന്താണ്? പൊതു നിയമത്തിൽ പെടാത്തതാണ്. ഹംസത്തുൽ വസ്ലിന്റെ പൊതു നിയമത്തിൽ പെടാത്ത ഹുക്മുകളാണ് പറയുന്നത്. ഒന്നാമത്താണ് സൂറത്തുൽ ഹുജറാത്തിൽ വന്നൊരായത്താണ് ബിഅ്സൽ ഇസ്മു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അവിടെ ഹംസത്തുൽ വസ്ലി വന്ന്, പക്ഷെ നമ്മൾ പല ആളുകളും ഹംസത്തുൽ വസ്ലിന് ശേഷമുള്ള ലാമിന് സുക്കൂനാക്കി വായിക്കുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കും. പല ആളുകൾ ബിഅ്സൽ ഇസ്മു എന്ന് ഓതും, ബിഅ്സൽ ഇസ്മുൽ ഫുസൂഖ് എന്നത്. പക്ഷെ അവിടെ ഖിറാഅത്ത് അങ്ങനെയല്ല. റിവായത്ത് വന്നിട്ടുള്ളത് ഇങ്ങനെ, ഹഫ്സൻ ആസിം ആണെങ്കിൽ ബിഅ്സലിസ്മു. അവിടെ ലാമിന് സുക്കൂൻ ചെയ്യൂല, ലാമിന് കസറ. ലാമിന് കസറ കൊടുത്തിട്ടുണ്ട്, പക്ഷെ നമ്മള് അത് ആ ഒരു ശ്രദ്ധ ഉണ്ടാവില്ല. ആ കസറ നമ്മൾ നോക്കൂല. നമ്മളെന്ത് ചെയ്യും? സാധാരണ ഖമരിയ പോലെ നമ്മൾ എന്ത് ചെയ്യും? അൽ ഇസ്മു എന്ന് പറഞ്ഞ് നമ്മൾ ഉച്ചരിച്ച് പോകാറുണ്ട്. അപ്പൊ അത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ ഈ ഒരു വിഷയം നമ്മൾ കൊടുക്കുന്നത്. ബിഅ്സൽ ഇസ്മു. അവിടെ എന്താണ്? ആ ലാമിന് കസറാക്കി തന്നെ നമ്മൾ എന്ത് ചെയ്യണം? പാരായണം ചെയ്യണം. ബിഅ്സൽ ഇസ്മുൽ ഫുസൂഖു ബഅദൽ ഈമാൻ. അതല്ലാതെ ബിഅ്സൽ ഇസ്മു എന്നതില്ല. എന്താണ്? ലാമിനെ സുക്കൂനാക്കി ഓതേണ്ട ആവശ്യമില്ല. ഇനി സൂറത്തുൽ ഫുർഖാനിലെ 69-ാമത്തെ ആയത്തിൽ നോക്കിയാല് യുദാഅഫ് ലഹുൽ അദാബു യൗമൽ ഖിയാമത്തി വയഖ്ലുദു ഫീഹി മുഹാന. ഇതിൽ നമ്മൾ ഇതിലും ആളുകൾ ശ്രദ്ധിക്കപ്പെടാത്തൊരു കാര്യമാണ് വയഖ്ലുദു ഫീഹി. അവിടെയുള്ള ഹായിനെ മദ്ദ് ചെയ്യുന്ന വിഷയത്തിൽ ആളുകൾ ഞാൻ കേട്ടിട്ടുണ്ട്, പല ആളുകളും അവിടുത്തെ ഹായിനെ നീട്ടാറില്ല.
പല ആളുകളും അവിടുത്തെ ഹായിനെ നീട്ടാറില്ല. അഥവാ ഞാന് നമ്മുടെ നാട്ടിലൊരു പള്ളിയിൽ ഇങ്ങനെ ഒരു സുന്നി പള്ളി, നമ്മളെ സമസ്തയുടെ ഒരു പള്ളിയിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് അവിടുത്തെ ഇമാം പോലും ഈ ആയത്ത് പോകുന്ന സമയത്ത് വയഖ്ലുദു ഫീഹി മുഹാന എന്ന് പറഞ്ഞാണ് അദ്ദേഹം ഖിറാഅത്ത് തോന്നുന്നത്. അപ്പോ ആളും ശ്രദ്ധിക്കപ്പെടാത്തതാണ് അത്. ഫീഹിയിലെ ഹായൻ എന്തുണ്ട്, ചെറിയൊരു യാ സഗീർ അവിടെ ഉണ്ട്. ഫീഹി മുഹാന ഖുർആനിലുണ്ട്, ഇതിൽ കൊടുക്കുന്നില്ല. ഖുർആനിൽ എന്തുണ്ട്, ആ ഹായന് ശേഷം ചെറിയ യാ അഥവാ യാ സഗീറ. അപ്പൊ രണ്ട് ഹറക്കത്ത് അവിടെ എന്ത് ചെയ്യണം, നീട്ടി പാരായണം ചെയ്യണം. യുദാഅഫ് ലഹുൽ അദാബു യൗമൽ ഖിയാമത്തി വയഖ്ലുദ് ഫീഹി മുഹാന. ഫീഹി മുഹാന സൂറത്തുൽ ഫുർഖാനില് ഖുർആൻ എടുത്ത് നോക്കിയാൽ ഇതേ ഫോണ്ട് ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവും. ഇതുപോലെ ഹായിന് ശേഷം ചെറിയ യാ എന്തുണ്ടാവും ഖുർആനിൽ കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ പലരും അത് പെട്ടെന്ന് നമ്മളെ ശ്രദ്ധയിൽ പെടൂല. ഓതുന്ന സമയത്ത് നമ്മൾ ഫീഹി അത് മുമ്പേ എന്തുണ്ട്, ഫീഹി നമ്മൾ കണ്ട് കണ്ട് എന്ത് ചെയ്യും, ഫീഹി ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഹായനെ നീട്ടാതെ പോകും. പക്ഷെ ഖുർആനിൽ ഫീഹി എന്നുള്ള ഒരു വാക്ക്, ഹായനെ നീട്ടി വരുന്ന ഫീഹി എന്നുള്ള ഒരു വാക്ക് ഒരു തവണ വന്നിട്ടുള്ളത് സൂറത്തുൽ ഫുർഖാനാണ്, അത് ഈ ആയത്തിലാണ്. അപ്പോ ഇവിടെ ഹായനെ നമ്മൾ എന്ത് ചെയ്യണം, മദ് ചെയ്ത് പാരായണം ചെയ്യേണ്ടതാണ്. പിന്നീട് വരുന്ന വെച്ചാൽ സൂറത്തു സുമർ. സൂറത്തു സുമറില് വഇൻ തഷ്കുറു യർദഹു ലക്കും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം യർദഹു എന്ന് എന്ത് ചെയ്യും, നീട്ടി ഓതാറുണ്ട് യർദഹു. പക്ഷെ അവിടെ മദ്ദൊന്നും കൊടുത്തിട്ടില്ല. പക്ഷെ ഓതുന്ന ആ ഒരു ഇതിലെന്ത് ചെയ്യും, വഇൻ തഷ്കുറുന്റെ റായ നീട്ടി പിന്നെ എന്ത് യർദഹുവിനെ എന്ത് ചെയ്യും, ഹായനെ നീട്ടി ഓതാറുണ്ട് ആളുകൾ. അപ്പൊ അതെന്താണ്, അവിടെയും യർദഹു ദൊമ്മാക്കിയ ദൊമ്മ തന്നെയാണ് ഖുർആനിലുള്ളത്. പക്ഷെ എന്താണ്, കുറച്ചും കൂടി നമ്മളെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ആയത്ത് നമ്മൾ കൊടുക്കുന്നത് യർദഹു ലക്കും. അവിടെ ഹായിൻ എന്താക്കണം, മദ് ചെയ്യാതെ ബൊമ്മ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം, പാരായണം നമ്മൾ ചെയ്യേണ്ടതാണ്. ഇതിപ്പോ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഇപ്പോ പഠിപ്പിച്ച 3 ആയത്തുള്ള ഒന്ന് കാര്യങ്ങൾ. ഈ അവസാനം പറഞ്ഞാൽ യർലഹുല് അതിന് ഹാ തന്നെ ബൊമ്മ തന്നെയാണ് വന്നിട്ടുള്ളത്. പക്ഷെ നമ്മള് യർദഹു പല ആളുകളും നീട്ടിപ്പോവും. പക്ഷെ അത് മദ് കൊടുത്തിട്ടില്ല. അപ്പൊ അത് ശ്രദ്ധിക്കാൻ വേണ്ടിട്ട് മാത്രമാണ് ആയത്ത് പറഞ്ഞിട്ടുള്ളത്. വേറെ സംശയങ്ങൾ ഉണ്ടാവുക ആർക്കെങ്കിലും? ഇല്ല. ബിഇസലിസ്മൊക്കെ ഓക്കെ അല്ലേ, നമുക്ക് മനസ്സിലായിട്ടില്ലേ? ബിഇസലിസ്മു ഫീഹി എന്നൊക്കെ ഉള്ളത്, ഫീഹിയിലെ ഹായൊക്കെ ഇൻഷാ അല്ലാഹ്. ഫീഹി സാധാരണ ഇതിൽ വേറൊരു ഫീഹിലും ഈ ദീർഘം ഉണ്ടാവില്ല. ഇല്ല. ഖുർആനിൽ ഒറ്റ ഒരു ഫീഹില് മാത്രമാണ് ഹായിന് മദ് വന്നിട്ടുള്ളത്. അത് സൂറത്തുൽ ഫുർഖാനാണ്. സൂറത്തുൽ ഫുർഖാൻ 69 ആയത്തൊന്നും ഖുർആനിലൊന്നും എടുത്തു നോക്കിയതില്ല. ആപ്പ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കിയാലും നമുക്ക് മനസ്സിലാവും. പക്ഷെ നമ്മൾ ഓതുന്ന സമയത്ത് ഈ ഹായിനെ നമ്മൾ മദ് ചെയ്യില്ല. കാരണം നമ്മൾ ഇതിനു മുമ്പ് ഫീഹി എന്ന് അങ്ങനെ കണ്ട ഹായിന് നീട്ടമില്ലാത്ത ഫീഹാണ് കണ്ട. അപ്പൊ ആ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ഹായിനെ നമ്മൾ മദ് ചെയ്യാതെ വയഖ്ലുദു ഫീഹി മുഹാനാന്ന് നമ്മൾ എന്ത് ചെയ്യും, പാരായണം ചെയ്യും. അതാണ്. അപ്പൊ അത് പൊതു നിയമത്തിൽ പെടാത്ത ഒരു വിഷയമാണ്. അത് ഹംസത്തുൽ വസ്ലിന്റെ അല്ലാതെ തന്നെ എന്താണ്, പൊതു നിയമത്തിൽ പെടാത്ത നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ടാണ് ഇവിടെ ഈ ആയത്ത് ഇവിടെ ഉൾപ്പെടുത്താൻ. അർത്ഥവ്യത്യാസം വരുന്നുണ്ടോ? വ്യത്യാസം ഫീഹി എന്ന് പറയുമ്പോൾ നോക്കേണ്ടി വരും ഖുർആൻ. അല്ല, ഫീഹി അർത്ഥം നോക്കേണ്ടി വരും ഇൻഷാ അല്ലാഹ്. എന്നാല് അടുത്ത ഭാഗം നിർത്തുന്നത് സംബന്ധിച്ച അടയാളങ്ങൾ അഥവാ ചിഹ്നങ്ങൾ എന്ന് പറയുമ്പോൾ വഖഫിന്റെ അടയാളങ്ങളാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് ചർച്ച ചെയ്താണ്. ഫസ്റ്റ് ക്ലാസ് അല്ല, രണ്ടാമത്തെ 3-ാമത്തെ ക്ലാസ്സിലേക്ക് എന്തോ ഞാൻ പറഞ്ഞിരുന്നു തോന്നുന്നു. വഖഫിന്റെ ഒരു വിഷയം അല്ലേ പറഞ്ഞപ്പോ? അതെ. അപ്പൊ അതും ഇതിന്റെ അവസാനങ്ങളിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ വഖഫിന്റെ നിയമങ്ങളാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇതില് ലാ എന്നൊരു എന്തുണ്ട്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലാ എന്നൊരു വഖഫിന്റെ അടയാളം പഠിച്ചിട്ടില്ല. കാരണം മദീന ഖുർആനില് അഥവാ മദീന പ്രിന്റ്, നമ്മള് ഖുർആൻ മുസ്ഹഫുൽ മദീനയാണ്, അതിലെ ആ ഒരു പ്രിന്റില് എന്തില്ല, ലാ എന്ന വഖഫിന്റെ അടയാളം ഉണ്ടാവൂല. ഖുർആൻ നോക്കിയാൽ ഉണ്ടാവൂല. പക്ഷെ ലാ എന്ന എന്താണ് വഖഫിന്റെ അടയാളം ഉണ്ടാവും. എപ്പോഴാണ്? അത് വേറെ ഖുർആന്റെ പ്രിന്റുകൾ ഉണ്ടാവും. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് പാകിസ്ഥാൻ പ്രിന്റിലൊക്കെ എന്താ, ഉറുദു ഒരു ലിപി പോലെയുള്ള ഖുർആൻ ഉണ്ടാവും. ഉറുദുവിന്റെ ഒരു എന്താണ് എഴുത്തായിരിക്കും, അറബിയാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ അതിന്റെ ഒരു എഴുത്തിന്റെ ശൈലി എന്നുള്ളത് എന്താണ്, ഒരു ഉറുദുവിന്റെ ഒരു രീതിയായിരിക്കും. വേറൊരു ലിപി എന്താണ് ഫോണ്ട് ആയിരിക്കും, സ്റ്റൈലി. അപ്പൊ അതിലൊക്കെ എന്തുണ്ട്,
ഈ ലാ എന്നൊരു എന്താണ് വഖഫിന്റെ അടയാളം കൊടുത്തിട്ടുണ്ട്. പക്ഷെ മദീന ഖുർആനിലെ അതിന്റെ മദീന പ്രിന്റ് ആണെങ്കിൽ എന്താണ് ലാ എന്ന വഖഫിന്റെ അടയാളം കൊടുത്തിട്ടില്ല. അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഈ ലാ നമ്മൾ പഠിച്ചിട്ടില്ല. പക്ഷെ ഈ ലാ വന്നാല് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ നിർത്താൻ പാടില്ല എന്നാണ്. നിർത്താൻ പാടില്ല. അപ്പൊ നിങ്ങള് വേറെ ഖുർആനൊക്കെ ഓതുമ്പോ ചിലപ്പോ ലാ കാണാം. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്, ഇവിടെ നിർത്തൽ എന്താണ് വിലക്കപ്പെട്ടതാണ്. നിർത്തൽ വിലക്കപ്പെട്ടതാണ്. അപ്പൊ ഇവിടെ ആയത്തുണ്ട് സുമ്മ ലാ യുത്ബിഊന മാ അൻഫഖൂ മന്നൻ വലാ അദൻ ലഹും. പക്ഷെ നമുക്ക് വലാ അദ നമ്മൾ നിർത്തി, അവിടെ ശ്വാസം കിട്ടാതെ നിർത്തിയെന്ന് വെച്ചോ. പക്ഷെ നമ്മൾ എന്താണ് ബാക്കിൽ നിന്ന് എന്ത് ചെയ്യണം, പുറകിൽ നിന്ന് നമ്മൾ എടുത്തു ഓതണം. ഇപ്പൊ വല അദ ലഹും അജ്റുഹും അങ്ങനെ നിർത്തി ഓതുകയാണെങ്കിൽ തെറ്റാണ്. പക്ഷെ ശ്വാസം കിട്ടാതെ മന്ന വല അദ ولا أذن لهم أجرهم عند ربهم ഇതേ രൂപത്തിൽ പുറകിൽ നിന്ന് നമ്മൾ എടുത്തോതുകയാണ് എങ്കിൽ എന്താണ് പ്രശ്നമില്ല. അവിടെ ആയത്ത് അവിടെ എന്താണ് ഹുക്മ് തെറ്റുന്നില്ല. ലാമിൽ നമ്മൾ എന്തൊക്കെ ചേർത്ത് ഓതുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ എന്താണ് ആ 3 ഡോട്ടിന്റെ കാര്യം അല്ലെ, നമ്മൾ വഖഫിന്റെ അടയാളങ്ങൾ പഠിച്ച വേറൊരു അടയാളമാണത് 3 നുഖ്ത എന്നുള്ളത്. അത് ഒരു ആയത്തിൽ 2 പ്രാവശ്യം 3 നുഖ്ത എന്ന് വെച്ചാൽ എന്താണ് ഡോട്ടാണ് ഉദ്ദേശിക്കുന്നത്. അറബില് പുള്ളിക്ക് അറബിൽ പറയുന്നത് നുഖ്ത എന്നാണ്, നുഖ്ത. അപ്പൊ 3 ഡോട്ടുകൾ അതിന് ഒരായത്തില് ഇതുപോലെ 3 ഡോട്ടുകൾ 2 പ്രാവശ്യം വരും. അപ്പൊ 2-ൽ നമുക്ക് ഏതെങ്കിലും ഒരു 3 നുഖ്തകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, സ്റ്റോപ്പ് ചെയ്യാൻ കഴിയുകയുള്ളൂ. 2-ൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്ത് പാരായണം ചെയ്യാൻ പാടില്ല. ഒന്നാമത്തെ 3 നുഖ്തയിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയാണ് എങ്കിൽ രണ്ടാമത്തെ നുഖ്തകളിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് വഖഫ് ചെയ്യാൻ പാടില്ല. ഇനി ഒന്നാമത്തെ നുഖ്തകളിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നില്ല, അങ്ങനെയാണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, രണ്ടാമത്തെ നുഖ്തയിൽ എന്ത് ചെയ്യണം, നമ്മൾ നിർബന്ധമായിട്ട് നിർത്തണം. ഏതെങ്കിലും ഒരു നുഖ്തകളിൽ നമ്മൾ നിർത്തൽ എന്താണ് നിർബന്ധമാണ്. ഏതെങ്കിലും ഒരു നുഖ്തകളിൽ നമ്മൾ നിർത്തൽ നിർബന്ധമാണ്. അപ്പൊ ഓതുമ്പോ സൂറത്തുൽ ബഖറയിലെ 2-ാമത്തെ ആയത്താണത് ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഇവിടെ ഞാൻ എന്ത് ചെയ്തു, ഒന്നാമത്തെ നുഖ്തയിൽ നിർത്താതെ രണ്ടാമത്തെ 3 ഡോട്ടിന് ഞാൻ എന്ത് ചെയ്തു, വഖഫ് ചെയ്തു. അങ്ങനെ നമുക്ക് ഓതാം. ഇനി അല്ല, ഒന്നാമത്തെ നുഖ്തയിൽ നിർത്തി രണ്ടാമത്തെ നുഖ്തകളിൽ നിർത്താൻ ചേർത്ത് ഓതുകയും അങ്ങനെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ രൂപത്തിൽ നമുക്ക് പാരായണം ചെയ്യാം. അങ്ങനെ ഓതുകയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ പാരായണം ചെയ്യേണ്ടത്, ദാലികൽ കിതാബു ലാ റൈബ് ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. കണ്ടോ? അപ്പോൾ ഏതെങ്കിലും 3 നുഖ്ത, 2-ൽ ഏതെങ്കിലും 3 നുഖ്തകളിൽ നമ്മൾ എന്ത് ചെയ്യണം, വഖഫ് ചെയ്യല് നമുക്ക് നിർബന്ധമാണ്. ഇത് മനസ്സിലായിട്ടില്ലേ? ഇത് രണ്ടും നോട്ട് ചെയ്യാൻ നോട്ട് ചെയ്യാം. ഇൻഷാ അല്ലാഹ് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ സ്ക്രീൻഷോട്ട് എടുക്കാം. നമ്മൾ നേരത്തെ പഠിച്ചിരുന്ന സംഗതിയാണ്. പഠിച്ചതാണ്. അതേ സെയിം ആണ്. നോട്ട് അന്ന് ആ ക്ലാസ്സിൽ ആബ്സെന്റ് ആയിട്ട് ആരെങ്കിലും ഉണ്ട് എങ്കിൽ, നോട്ട് എഴുതാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഉപയോഗപ്പെടും ഇൻഷാ അല്ലാഹ്. ഇനി ഉള്ളത് മീമാണ്. മീം എന്ന വഖഫിന്റെ അടയാളം ഖുർആനിൽ ഉണ്ടാവും. അപ്പൊ മീം വരികയാണ്, നമ്മൾ എന്ത് ചെയ്യാൻ നിർബന്ധമായി നമ്മൾ വഖഫ് ചെയ്യണം. വഖഫ് ചെയ്യൽ നിർബന്ധമാണ്. അവിടെ നമുക്ക് ചേർത്തോതാൻ പാടില്ല. ഇന്നമാ യസ്തജീബുല്ലദീന യസ്മഊൻ വൽ മൗതാ യബ്അഥുഹുമുല്ലാഹു സുമ്മ ഇലൈഹി യുർജഊൻ. ഇവിടെ യസ്മഊൻ എന്ന ഭാഗത്ത് എന്ത് വന്നു, വഖഫിന്റെ അടയാളമായ മീം വരികയാണ്. അപ്പൊ എന്ത് ചെയ്യണം, യസ്മഊൻ അവിടെ നമുക്ക് നിർബന്ധമാണ്. നിർത്തൽ എന്താണ് നിർബന്ധമാണ്. അവിടെ നമുക്ക് യസ്മഊന വൽ മൗത ആ ഒരു പാരായണം പാടില്ല. ചേർത്ത് ഓതല് അവിടെ നമുക്ക് എന്ത് ചെയ്യില്ല, അനുവദനീയമല്ല. അവിടെ നിർബന്ധമായി നമ്മൾ എന്ത് ചെയ്യണം, വഖഫ് ചെയ്ത് തന്നെ പാരായണം ചെയ്യേണ്ടതാണ്. ഇനി അടുത്തൊരു വഖഫിന്റെ അടയാളമാണ് സ്വാദ് ലാം യ. സ്വാദ് ലാം യ, അത് ഒന്നില്ലെങ്കിൽ സ്വലി എന്ന് പറയും, അല്ലെങ്കിൽ സില എന്ന് പറയും. 2 രൂപത്തില് പറയും. അപ്പോ ആ ഭാഗത്ത് അങ്ങനെ വരുന്ന അടയാളങ്ങൾ, സ്വാദ് ലാം യ എന്ന രൂപത്തിൽ വരുന്ന അടയാളങ്ങളിൽ നിർത്തൽ അനുവദനീയമാണ്. വേണമെങ്കിൽ നിർത്താം, അല്ലെങ്കിൽ നമുക്ക് ചേർത്തോതാം. ഇനി ചേർത്തോതിയാൽ എന്താണ് ഏറ്റവും ശ്രേഷ്ഠകരമാണ്, ഏറ്റവും ഉത്തമമാണ്. നിർത്തോതുന്നതിനേക്കാൾ ചേർത്തോതലാണ് ഇവിടെ എന്താണ് ഖൈറായിട്ടുള്ളത്, ഉത്തമമായിട്ടുള്ളത് എന്നാണ്
എന്താണ് ഈ സ്വാദിലാം യാ കൊണ്ട് ഉദ്ദേശിച്ചത്. പക്ഷെ നിർത്തിയാൽ എന്തില്ല, നമുക്ക് തെറ്റില്ല. പക്ഷെ നിർത്തുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ഇതാണ്. ഇതിലൊക്കെ നമുക്ക് ശ്വാസം കിട്ടാതെ നമ്മൾ എന്ത് ചെയ്യും, നിർത്തിപ്പോവും. ശ്വാസം കിട്ടാതെ നമ്മൾ നിർത്തിപ്പോവും. ആ സമയത്ത് എന്ത് ചെയ്യണം, നമുക്ക് അടുത്ത ഭാഗത്ത് നിന്ന് എടുത്തു ഓതാം, അല്ല എങ്കിൽ എന്താണ് പുറകിൽ നിന്ന് നമുക്ക് ചേർത്ത് ഓതുകയും ചെയ്യാം. ഉദാഹരണം പറഞ്ഞാല് വഇലാഹുകും ഇലാഹും വാഹിദ് ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനുർ റഹീം. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു, നിർത്തി പാരായണം ചെയ്യുന്നു. അനുവദനീയമാണ്, നിർത്തൽ അനുവദനീയമാണ്. പക്ഷെ ചേർത്തോതലാണ് ശ്രേഷ്ഠകരം എന്ന് പറയുമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് അങ്ങനെയാണ് നമുക്ക് ചേർത്തോതാൻ കഴിയുമെങ്കിൽ എന്ത് ചെയ്യാം, ചേർത്തോതാം. ചേർത്തോതുകയാണെങ്കിൽ വഇലാഹുകും ഇലാഹും വാഹിദുൻ ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനുർ റഹീം. ഇതേ രൂപത്തിൽ എന്ത് ചെയ്യാം, നമുക്ക് ചേർത്തി പാരായണം ചെയ്യാം. ഇനിയുള്ളത് നമ്മൾ നോക്കുമ്പോ ഖാഫ് ലാം യ, ഖാഫ് ലാം യ ആയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ സ്വാദ് ലാം യയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് ഖാഫ് ലാം യയുടെ ഹുക്കും. സ്വാദ് ലാം യ എന്താണ്, നിർത്തൽ അനുവദനീയം, പക്ഷെ എന്താണ് ചേർത്തോതല് അതിനെ നിർത്തുന്നതിനേക്കാൾ ശ്രേഷ്ഠകരം. ഇതിന്റെ ഓപ്പോസിറ്റ് വരുമ്പോ എങ്ങനെ, നിർത്തൽ അല്ല ചേർത്തോതൽ അനുവദനീയം, നിർത്തുന്നതാണ് ഏറ്റവും ഉത്തമം. നേരെ ഓപ്പോസിറ്റ് ആണ്. സ്വാദ് ലാം യയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് ഖാഫ് ലാം യയുടെ നിയമം. അവിടെ നിർത്തുന്നതാണ് ഏറ്റവും ഉത്തമം. ചേർത്തോതിയാല് പ്രശ്നമില്ല, ചേർത്തോതൽ അനുവദനീയമാണ്. ഇവിടെ നമുക്ക് വയൗമൽ ഖിയാമത്തി ഓതുമ്പോ ഒന്നെങ്കിലും ഖാഫ് ലാം യയിൽ നിർത്തുന്നതാണ് ഏറ്റവും നല്ലത്. ചേർത്തോതിയാല് അത് പ്രശ്നമില്ല, അനുവദനീയമായ കാര്യമാണ്. ويوم القيامة يردون إلى أشد العذاب وما الله بغافل عما تعملون. ചേർത്തോതുകയാണെങ്കിലോ ويوم القيامة يردون إلى أشد العذاب وما الله بغافل عما تعملون. ചേർത്തോതിയിലും എന്താണ് അനുവദനീയമാണ്, പക്ഷെ ഏറ്റവും ഖൈറായിട്ടുള്ള എന്താണ്, നിർത്തി പാരായണം ചെയ്യലാണ്. ഇനിയുള്ളത് ജീമിന്റെ ഒരു വിഷയമാണ്. ജീം എന്നുള്ളത് നിർത്തൽ അനുവദനീയമാണ്, നമുക്ക് നിർത്തി പാരായണം ചെയ്യാം. ഇനി നിർത്താതെ നമുക്ക് ചേർത്ത് മോതാം, അഥവാ നമുക്ക് അനുവദനീയമാണ്, വഖഫ് ചെയ്യൽ അനുവദനീയം. അപ്പൊ നമുക്ക് ഒരു കാര്യം അനുവദനീയമാണെന്ന് വെച്ചാൽ നമുക്ക് നിർത്തൽ അനുവദനീയമാണെന്ന് പറഞ്ഞാൽ നിർത്തുകയും ചെയ്യാം, നിർത്താതെ ചേർത്ത് മോതാം. ഇവിടെ ജീം വന്നാൽ രണ്ടും നമുക്ക് എന്താണ് സ്വീകരിക്കാം. ചേർത്തോതുന്നവർക്ക് ചേർത്തോതാം, നിർത്തി ഓതുന്നവർക്ക് നിർത്തിയും പാരായണം ചെയ്യാം. فتلقى آدم من ربه كلمات فتاب عليه إنه هو التواب الرحيم. ചേർത്തോതുമ്പോൾ فتلقى آدم من ربه كلمات فتاب عليه. ശ്വാസം കിട്ടുന്നില്ല, അവിടെ നിർത്തുന്നു. ഇനി ബാക്കി നമ്മൾ എടുത്തു فتاب عليه إنه هو التواب الرحيم. സൂറത്തുൽ കഹഫില് നോക്കുമ്പോൾ ഒന്നാമത്തെ ആയത്തിൽ സൂറത്തുൽ കഹഫിൽ വന്ന എന്താണ്, സീനാണ് സക്ത. നമ്മൾ ആദ്യം പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്താണ് സക്ത പഠിക്കുമ്പോൾ അവസാനത്തെ ആയത്ത് നമ്മൾ നോക്കുക. അവസാനത്തെ ആയത്ത് മുത്തഫിഫീൻ, അവസാനത്തെ ആയത്ത് നമ്മൾ നോക്കുക. സൂറത്തിൽ മുത്തഫിഫീന് വന്ന സക്ത നമ്മൾ എന്ത് ചെയ്യുക ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. കഹഫ് നമ്മൾ നോക്കുന്നതിന് മുമ്പ് ആദ്യം ഇത് നോക്കിയാൽ നമുക്ക് എന്താണ് പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ മുത്തഫിഫീന്റെ എന്താണ് കല്ല, അവിടെ എന്താണ് സ്വാദിലാം യാ വന്നു അല്ലെ, സ്വലി വന്നു. അപ്പൊ അവിടെ നമുക്കറിയാലോ എന്താ നിർത്താം,
എന്നാൽ ചേർത്തോന്നുന്നതാണ് ഏറ്റവും ഉത്തമം. പക്ഷെ സക്ത അവിടെ സീന് കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് സക്ത എന്ന ഒരു നിയമമാണ്. സക്ത നമുക്കറിയാം എന്താണ്, അവിടെ ശ്വാസം മുറിയാതെ വഖഫ് ചെയ്യണം. നമുക്ക് ആ വഖഫ് ചെയ്യാം, പക്ഷെ ശ്വാസം മുറിയാൻ പാടില്ല. നമ്മൾ ഓതുന്ന ആ ശ്വാസം നമ്മൾ നിർത്തിയിട്ട് വീണ്ടും എടുക്കാൻ പറ്റില്ല. ശ്വാസം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, വീണ്ടും എടുക്കാൻ പറ്റൂല. അപ്പൊ ഉദാഹരണം പറഞ്ഞാൽ റോന, ഇവിടെ നമ്മൾ ശ്വാസം രണ്ടാമത് എടുത്തു, അത് പറ്റൂല. അപ്പൊ സത്യം നിർത്തുകയാണ്, ഒറ്റ ശ്വാസത്തിൽ നിർത്തുമ്പോ ആ ശ്വാസത്തിൽ ബാക്കിയുള്ള ശ്വാസത്തിലാണ് എന്ത് ചെയ്യാനുള്ള ബാക്കി ഭാഗം നമ്മൾ തുടങ്ങേണ്ടത്. മനസ്സിലായി? ഇനി ആയത്തിന് അവസാനം വരുമ്പോഴേ സക്ത, അതാണ് സൂറത്തുൽ കഹ്ഫിൽ വലം യജഅൽ ലഹു ഇവജ ഖയ്യിമ. കണ്ടോ, ഇവജ ഖയ്യിമ, അവിടെ ശ്വാസം മുറിയുന്നില്ല. അവിടെ ആയത്തിന്റെ അവസാനമാണ്, നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നു, പക്ഷെ എന്തായിരുന്നില്ല, ശ്വാസം മുറിയുന്നില്ല. വലം യജഅൽ ലഹു ഇവജ ഖയ്യിമൻ ലിയുൻദിറ. ഇതേ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, പാരായണം ചെയ്യാം. സക്തിയെ പരിഗണിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പാരായണം ചെയ്യാം. ഇനി നമ്മൾ സക്തിയെ പരിഗണിക്കുന്നില്ല, കാരണം ആയത്തിന്റെ അവസാനം വന്നതുകൊണ്ട് നമുക്ക് ആയത്തിനെയും പരിഗണിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, വഖഫ് ചെയ്യാം. ഇപ്പൊ ആയത്ത് എന്ന അടയാളം വന്നാൽ എന്താണ്, ആയത്ത് വന്നാൽ അവിടെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ സക്തിയെ പരിഗണിക്കാതെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ആയത്തിനെ പരിഗണിച്ചുകൊണ്ട് സ്റ്റോപ്പ് ചെയ്യുന്നെങ്കിൽ നമുക്ക് എന്താണ്, അവിടെ ശ്വാസം നമുക്ക് എന്താണ് വീണ്ടെടുക്കാം. അതോ സാധാരണ നമ്മൾ നിർത്തുന്നത് എങ്ങനെയാണ്, അതേ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ നിർത്താം. വലം യജഅൽ ലഹു ഇവജ, ഇതിന്റെ അടുത്ത ശ്വാസം എടുക്കുന്നു, ഇത് ആയത്തിന്റെ അവസാനം വരുമ്പോൾ നമുക്ക് രണ്ട് ചോയ്സ് വരും. ഒന്നല്ലെങ്കിൽ എന്താണ്, സക്തിയെ ആ വഖഫിന്റെ അടയാളത്തെ പരിഗണിക്കാം. സക്തിയെ പരിഗണിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ശ്വാസം മുറിയാതെ വഖഫ് ചെയ്ത് അടുത്ത ആയത്തിലേക്ക് എന്ത് ചെയ്യാം, ഓതാം. രണ്ട് എന്താണ്, സക്തിയെ പരിഗണിക്കപ്പെടാതെ ആയത്തിനെ നമ്മൾ പരിഗണിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, വഖഫ് ചെയ്യാം. സൂറത്ത് യാസീനിൽ ഇതുണ്ട്, അവിടെ രണ്ട് വഖഫിന്റെ അടയാളങ്ങൾ ഒരുമിച്ച് വന്നിട്ടുണ്ട്. ഒന്ന് സീന് സക്ത വന്നു, അതേ സ്ഥാനത്താണ് ഖാഫ് ലാം യാ എന്ന എന്താണ് വഖഫിന്റെ അടയാളം വന്നിട്ടുള്ളത്. അപ്പൊ ഒന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ശക്തിയെ പരിഗണിച്ച് നമുക്ക് നിർത്താം, അല്ല എങ്കിൽ ഖാഫ് ലാം യാ പരിഗണിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ഹുക്മ് എന്താക്കാം, അതിന്റെ ഹുക്മ് നമുക്ക് എന്താക്കാം, അനുസരിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ നിർത്താൻ പറ്റും. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് ഞാൻ ഖാഫ് ലാം യാ പരിഗണിച്ചുകൊണ്ട് ഓതുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദർ റഹ്മാൻ. ഇത് ഞാന് ഖാഫ് ലാം യായെ പരിഗണിച്ചുകൊണ്ട് വഖഫ് ചെയ്ത് ഓതിയതാണ്. ഇനി ഞാൻ ഖാഫ് ലാം യായെ എന്താക്കുന്നില്ല, പരിഗണിക്കുന്നില്ല. ഞാൻ മറിച്ച് എന്താണ്, സക്തിയെ പരിഗണിക്കുന്നു. മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ മർഖദിനാ ഹാദാ, അവിടെ എന്താ, ഇതിന്റെ ശ്വാസം ഞാൻ എന്താക്കുന്നില്ല, മുറിക്കുന്നില്ല, അഥവാ പുതിയ ശ്വാസം ഞാൻ എടുക്കുന്നില്ല. അതാണ് സക്തി എന്ന് വെച്ചാൽ എന്താണ്, ശ്വാസം മുറിയാതെ വഖഫ് ചെയ്യണം. അപ്പൊ ഇവിടെ രണ്ട് വഖഫിന്റെ അടയാളം കൊണ്ട് നമുക്ക് ഒന്നല്ലെങ്കിൽ ഖാഫ് ലാം യാനെ പരിഗണിക്കാം, അല്ല എങ്കിൽ സക്തിയെ പരിഗണിച്ചുകൊണ്ട് നമുക്ക് വഖഫ് ചെയ്ത് ശ്വാസം മുറിയാതെ വഖഫ് ചെയ്ത് അടുത്ത ഭാഗം മുതൽ ഓതാം. പിന്നെ ഹാഖയിൽ വന്ന സീന് സക്ത വന്ന മാ അഗ്ന അന്നി മാലിയ, അവിടെ ആയത്തിന്റെ അവസാനം അഥവാ സൂറത്തുൽ കഹ്ഫിലെ വലം യജഅൽ ലഹു ഇവജയിൽ വന്ന അതേ നിയമമായിരിക്കും ഇവിടെയും. എന്നല്ലെങ്കിൽ ആയത്തിനെ പരിഗണിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, വഖഫ് ചെയ്ത് സാധാരണ രൂപത്തിൽ മാലിയ പുതിയ ശ്വാസം എടുത്ത് ഹലക അന്നി എന്ത് ചെയ്യാൻ ഓതാൻ പറ്റും. അല്ല എങ്കിൽ സക്തിയെ പരിഗണിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ശ്വാസം മുറിയാതെ വഖഫ് ചെയ്ത് അടുത്ത ഭാഗം മുതൽ ഓതാം. ഇപ്പൊ ഞാൻ ആയത്തിനെ പരിഗണിച്ചുകൊണ്ടാണ് ഓതുന്നെങ്കിൽ മാ അഗ്ന അന്നി മാലിയ ഹലക അന്നി സുൽത്താനിയ. അവിടെ ഞാൻ ആയത്തിനെ പരിഗണിച്ച് വഖഫ് ചെയ്തു. ഈ എന്താണ്, സക്തിയെ പരിഗണിക്കുന്നെങ്കിൽ ആയത്തിനെ പരിഗണിക്കാൻ ഞാൻ സക്തിയെ പരിഗണിക്കാൻ. മാ അഗ്ന അന്നി
هلك مالية هلك عني സുൽത്താനിയ. ഇപ്പോഴാണ് ഞാൻ എന്ത് ചെയ്യുന്ന ശ്വാസം എന്താണ് ശ്വാസം വിട്ടുന്നത്. അതുവരെ എന്താണ് മാലിഹ ആയത്ത് കഴിയുമ്പോൾ എന്റെ ശ്വാസം ഞാൻ എന്താക്കിയിട്ടില്ല, പുതിയ ശ്വാസം എടുത്തിട്ടില്ല. ആ ബാക്കിയുള്ള ശ്വാസത്തിലാണ് ഹലക്ക അന്യ ഞാൻ എന്ത് ചെയ്തത് ഓതിയത്. പക്ഷെ അവിടെ സ്റ്റോപ്പ് ചെയ്തു, സത്യയുടെ അവിടെ സ്റ്റോപ്പ് ചെയ്തു. പക്ഷെ ശ്വാസം ഞാൻ എന്താക്കിയിട്ടില്ല, മുറിഞ്ഞിട്ടില്ല. അതേപോലെയാണ് സൂറത്തുൽ ഖിയാമയിൽ എന്തുണ്ട്, വഖീല മൻ റാഖ് മൻ റാഖ്. അപ്പൊ അവിടെ എന്തുണ്ട്, സക്ത ചെയ്യണം. മറാഖ് എന്ന് നമ്മൾ ഓതാൻ പറ്റൂല, മൻ റാഖ് എന്നാണ്. അവിടെ സക്ത വന്നിട്ടുണ്ട് എങ്കിൽ അതിനെന്ത് ചെയ്യണം, നമ്മൾ പരിഗണിച്ച് നമ്മൾ അവിടെ എന്ത് ചെയ്യണം, വഖഫ് ചെയ്യുക തന്നെ വേണം. പക്ഷെ ശ്വാസം നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, മുറിയാൻ പാടില്ല. ഓതുകയാണ് കല്ലാ ഇദാ ബലഗതി തറാഖി വഖീല മൻ റാഖ്. ഇനി ചില ഖിറാഅത്ത് ആകുമ്പോൾ തറാഖിയ വഖീല രണ്ടായത്തും കൂടി ചേർത്തതും. كلا إذا بلغت التراقي وقيل من راق. ഇതേ രൂപത്തില് ഒരു എന്താണ് ഓതുന്നവരുടെ കെല്ല ഇദാ ബലഗത് തറാഖിയ വഖീല ചേർത്ത് ഓതുകയാണ്. പക്ഷെ അവിടെ എന്താണ്, ശക്തിയെ നമ്മൾ എന്ത് ചെയ്യുന്നു, പരിഗണിക്കുന്നു. ശക്തിയിൽ അവിടെ ശ്വാസം മുറിയാതെ നമ്മൾ എന്ത് ചെയ്യുന്നു, നിർത്തുന്നു. പിന്നെ മുത്തഫിഫി നമ്മൾ ആദ്യം പറഞ്ഞൊരു വിഷയമാണ്. ഇതിലെന്തെങ്കിലും നമുക്ക് സംശയമുള്ള ആർക്കെങ്കിലും ഡൗട്ടുണ്ടോ? ഇല്ല. നസീർക്കാർക്ക് സംശയം ഉണ്ടോ? ഇല്ല, ഇതിലേ ഇല്ല. ഞാൻ കഴിഞ്ഞ ക്ലാസ് ഉണ്ടായിരുന്നില്ല, അപ്പൊ ഞാൻ ക്ലാസ് കേട്ടിട്ടില്ല. അതൊന്ന് നോക്കാം. ഓക്കെ അപ്പൊ നമുക്ക് ഈ ഒരു ചാപ്റ്ററോട് കൂടി നമ്മളെ ഈ ടെക്സ്റ്റ് പൂർത്തിയായിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് എന്താണ് നമുക്ക് ഇനിയുള്ള ക്ലാസ്സുകളിൽ എന്താണ് നമ്മളെ തിലാവയായിരിക്കും. ഇതിന്റെ എക്സാം ഉണ്ടാവും. ജും സാറായിരിക്കും നടത്തുന്നത്. സർട്ടിഫിക്കറ്റ് കിട്ടും. ഏതാണ് എക്സാമിന് പാസ്സായാൽ ഈ തജ്വീദിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പോ ഇതില് ഇനിയുള്ള ക്ലാസ്സുകളിൽ എന്താണ് തിലാവയായിരിക്കും. നമ്മളെ തിലാവത്ത് തജ്വീദ് അനുസരിച്ച് ശരിയാക്കി പോകുന്ന ഒരു രൂപമായിരിക്കും. അപ്പൊ നമ്മളിപ്പോ ഏത് സൂറത്ത് എത്തിയെന്ന് അറിയാം? ആർക്കെങ്കിലും ഓർമ്മയുണ്ട? ഹാഫിസിന് ഓർമ്മയുണ്ട? തക്വീര കഴിഞ്ഞ സൂറത്ത് തക്വീര് നമ്മൾ കഴിഞ്ഞില്ലേ? തക്വീര് കഴിഞ്ഞില്ലേ? ഹലോ, അറിയില്ലല്ലേ? അങ്ങനെ നമുക്ക് ഇനി തിലാവല്ല എടുക്കാനുള്ള 2 മണിക്കൂർ തിലാവ. പക്ഷെ അടുത്ത ക്ലാസ് മുതൽ നമ്മള് തിലാവയായിരിക്കും. നമ്മള് തജ്വീദ് ക്ലാസ്സിൽ പഠിക്കുന്ന തിലാവയായിരിക്കും. അപ്പൊ ഇപ്പൊ പഠിച്ച നമ്മള് തജ്വീദുകളൊക്കെ പ്രാക്ടിക്കലാക്കി ഓതാൻ ഇൻഷാ അല്ലാഹ് നമ്മൾ അടുത്ത ക്ലാസ് മുതൽ നോക്കുന്നത്. നമ്മള് എവിടം വരെ എത്തിയെന്നറിയാം? ഇൻഫിത്താർ നമ്മൾ തുടങ്ങിയില്ലേ? ഇൻഫിത്താർ തുടങ്ങിയിട്ടില്ലേ? തക്വീര് കഴിഞ്ഞെന്ന് എനിക്ക് തക്വീര് കഴിഞ്ഞ ഒരു ഓർമ്മയുണ്ട് എനിക്ക്. നസീർക്ക അറിയാം, ഓർമ്മയുണ്ട് നസീർക്കാക്ക്? ഇല്ല, ഞാൻ കഴിഞ്ഞ ക്ലാസ് ഉണ്ടായിരുന്നില്ല. ഇല്ലായിരുന്നു. ഓക്കെ. ഇൻഫിത്താർ മുതൽ തുടങ്ങാം ഇൻഷാ അല്ലാഹ്. ഹാഫിസൊക്കെ ഒന്ന് പറയാനോ ഇൻഷാ അല്ലാഹ്? ഒന്ന് വീഡിയോ ഓണാക്കിയ ഷെയർ ആയിരുന്നേ. أعوذ بالله من الشيطان الرجيم. إذا السماء انفطرت. ഇവിടെ രണ്ട് വന്നിട്ടുള്ളത്. ഒന്ന് മീമിൻ്റെത് 4 or 5 ഹർക്കത്ത് നീട്ടി ഓതണം. പിന്നെ ഇൻഫത്തറത്തിൻ്റെത് അവിടെ ഫത്തഹ് വന്നതുകൊണ്ട് ഇൻഫത്തറത്ത് എന്നിട്ടാണ് ഓതേണ്ടത്. إذا السماء انفطرت
അവിടെ ഓദിക്കോക്കെ ഇൻഷാ അല്ലാ. ഇൻഫ ഓക്കെ. ഇത് അവിടെ ഇൻഫത്രത്ത് എന്നാണ് ഓതേണ്ടത്. അതെ, ഇൻഫത്തറത്താണ് ചേർത്ത് ഓതുമ്പോ അവിടെ ഹംസത്തുൽ വസ്ലിന് നമ്മൾ എന്ത് ചെയ്യൂല, പാരായണം അത് ചെയ്യില്ല. ഓതാൻ ചേർത്ത് കഴിയുന്നില്ല. ഓതുകയാണെങ്കിൽ ഇൻഫത്തറത്ത് എന്ന് പറഞ്ഞിട്ട് തന്നെ അതെ വരിക. ഉൻഫത്തർ. പക്ഷെ അവിടുത്തെ സുക്കൂനുള്ള ന്യൂന് നമ്മൾ വ്യക്തമാക്കില്ല. ആ ന്യൂനിന് സുക്കൂന് കൊടുത്തിട്ടില്ലല്ലോ. സുക്കൂന് അവിടെ എന്താണ് ടെക്സ്റ്റ് ഫോണ്ടിൽ കൊടുത്തിട്ടില്ലെങ്കിൽ ആ അക്ഷരം എന്താണ്, സൈലന്റ് ആണ്. ഇദ സമാഉ ഫതറത്. إذا السماء انفطرت وإذا الكواكب انتثرت وإذا البحار فجرت وإذا القبور بعثرت علمت نفس ما قدمت وأخرت. മീമിനെ 2 ഹറക്കത്ത് നീട്ടിയാകും. മണിക്കാൻ പറ്റും, പക്ഷെ മീമിനെ നീട്ടുമ്പോ 2 ഹറക്കത്തേ പറ്റും. അലിമത് നഫ്സും മാ ഖദ്ദമത്. علمت نفس ما قدمت وأخرت يا أيها الإنسان ما غرك ഇൻസാനിലെ നൂനിനെ നമുക്ക് വ്യക്തമാക്കാൻ പറ്റുമോ? لا നൂനിന് സുക്കൂന് കൊടുത്തിട്ടില്ലല്ലോ. لا അപ്പോ അതെ മണിക്കണം. അതെ മറച്ചു മണിക്കുക. അവിടെ ന്യൂനിന്റെ സൈലന്റ് ആക്കി മണിക്കുക. يا أيها الإنسان ما غرك بربك الكريم الذي خلقك فسواك فعدلك. الذي خلقك രണ്ടും ഖാഫല്ല. ആദ്യം ഖാഫും പിന്നീട് ക്യാഫുമാണ്. ഖലഖക. الذي خلقك فسواك അവിടെ ഖാഫ് فعدلك. എന്ന മാന അർത്ഥം മാറും. ആയത്തിന്റെ അർത്ഥം മാറും. ഖലഖക എന്ന് പറഞ്ഞ അർത്ഥം മാറി. خلقك ഖലഖക. അതെ ഖലഖക. الذي خلقك فسواك فعدلك. അത് ശ്രദ്ധിക്കണം, ക്യാഫാണ്. ഖലഖക. അത് രണ്ടും കൂടി അടുത്ത് വരുമ്പോ, കാരണം പല ആൾക്കാരും ഈ ഖുർആന്റെ ഈ മഖ്റജൊന്നും ശ്രദ്ധിക്കില്ല. അവർക്ക് മഖ്റജായിട്ട് ഓതയും വേണ്ട, തജീദും വേണ്ട. അങ്ങനത്തെ ആൾക്കാരുണ്ട്. ജസ്റ്റ് ഓതിപ്പോയാൽ മതി. പക്ഷെ അവരിത് ശ്രദ്ധിക്കൂല. ആയത്തിന്റെ അർത്ഥം മാറും. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ്. في أي سورة ما شاء ركبك كلا بل تكذبون بالدين وإن عليكم لحافظين كراما كاتبين يعلمون ما تفعلون. ബാറക്കല്ലാഹു ഫീക്. നസീർക്ക ബാക്കി യഅലമൂന മാ തഫ്അലൂൻ മുതൽ 12 മുതൽ. أعوذ بالله من الشيطان الرجيم. يعلمون ما تفعلون إن الأبرار لفي نعيم وإن الفجار لفي جحيم يصلونها يوم الدين وما هم عنها بغائبين وما أدراك ما يوم الدين ثم ما أدراك ما يوم الدين يوم لا تملك نفس لنفس شيئا والأمر يومئذ لله. അവിടെ അല്ലെന്ന് പറ്റില്ല. നമുക്ക് വൽ അംറാണ്. വൽ അംറു യൗമഇദിൻ ലില്ലാഹ്. അടുത്ത സൂറത്ത് ഓതുക ഇൻഷാ അല്ലാഹ്. സൂറത്തുൽ മുത്തഫിഫീൻ.
بسم الله الرحمن الرحيم ويل للمطففين الذين إذا اكتالوا على الناس يستعفون على وإذا الناس على الناس يستوفون يستوفون. اوكي ശരിയാണ്. وإذا كالوهم أو وزنوهم يخسرون അവിടെ വാവിനെ മണിക്കണ്ട. ഔവല ഔവസനു أو وزنوهم يخسرون ألا يظن أولئك أنهم مبعوثون അവിടെ 3 ഭാഗങ്ങൾ മണിക്കണം. അല നൂനൊക്കെ മണിച്ചു. ഇനി ഉലൈക അന്ന അവിടെ മണിക്കണം. അന്ന ഹുമ്മ അന്നഹുമ്മബ് 3 ഭാഗങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? മണിക്കണം. അവിടെ ഒന്നുകൂടെ ഒന്ന് പറയാൻ ചെയ്യാം ഇൻഷാ അല്ലാഹ്. ألا يظن أولئك أنهم مبعوثون. ഓക്കെ മാഷാ അല്ലാഹ്. അടുത്തത് ليوم عظيم ഒന്നുകൂടെ ഒന്ന് ഓതുക. ليوم عظيم ലിയൗമിൻ അദീം. رب العالمين മതി മാഷാ. മുസദ്ദിഖൊക്കെ 7-ാമത്തെ ആയത്ത് മുതൽ ഒന്ന് പറയണം ചെയ്യും. മുസദ്ദിഖൊക്കെ മൈക്ക് മ്യൂട്ടാണ്, വീഡിയോ ഓഫ് ആണ്. മുസദ്ദിഖൊക്കെ ഇല്ലല്ലോ ഇൻഷാ അല്ലാഹ്. എന്നാല് 10-ാമത്തെ ആയത്ത് വരെ ഒന്ന് പറയാന്ന് വെച്ചേക്കും നസീർക്ക്. ബാക്കി 10 വരെ ഓതി നമുക്ക് നിർത്താം ഇൻഷാ അല്ലാഹ്. അഞ്ചല്ലേ? അല്ല, 7-ാമത്തെ ആയത്ത് മുതൽ കല്ല ഇന്ന കിതാബൻ മുതൽ 10-ാമത്തെ ആയത്ത് വരെ ഇൻഷാ അല്ലാഹ്. ഞാൻ ഓതണ്ടേ? അതെ നസീർക്കാണ് ഇൻഷാ അല്ലാഹ്. രണ്ട് നസീറുണ്ടോ? ഇല്ല, 2 നസീറില്ല, ഒരാളേ ഉള്ളൂ. ഒരാളേ ഉള്ളു. ഞാനിപ്പോ ഓതിയ 5 ഓതിയാനാണ് അവിടെ ചോദിച്ചത്. ശരി, ഹാഫിസിക്ക ഒരുപാട് ഓതി. സൂറത്ത് ഇൻഫിത്താർ ഏകദേശം ഞാനോതാ. അല്ല, ഞാൻ ഓതണോ? പ്രശ്നം അല്ല, നിങ്ങൾ ഓതി നിങ്ങളെ കഴിവ് ഇൻഷാ അല്ലാഹ് കുറച്ചുകൂടി പ്രോഗ്രസ് ആവും. അതാണ് പറഞ്ഞത്. മുന്നേ ഞാൻ നോക്കിയില്ല. മുന്നേ വേറെ നസീർ ഉണ്ടായിരുന്നു. മറ്റേ മുസദ്ദിഖ മ്യൂട്ടാണ്, വീഡിയോ ഓഫ് ആണ്. ഓക്കെ. يوم يقوم الناس لرب العالمين كلا إن كتاب الفجار لفي سجين وما أدراك ما سجين كتاب مرقوم. ഒൻപതാമത്തെ ഒന്നുകൂടെ ഒരു കിതാബും മർഖൂം. കിതാബും അവിടെ ദമ്മത്തെ തൻവീന് ദമ്മ എഴുതിയിട്ട് കണ്ടിട്ടില്ലേ? 2 ദമ്മ മാറ്റി എഴുതിയിട്ടുള്ള. അപ്പോ നമുക്ക് അവിടെ തൻവീന് വ്യക്തമാക്കാൻ പാടില്ല. കിതാബുൻ മർഖൂം അല്ല, കിതാബും. അതെ, മീമിലേക്ക് ചേർത്ത് മണിക്കണം. കിതാബും മർഖൂം. കിതാബും മർഖൂം വൈലു യൗമഇദിൽ ലിൽമുകദ്ദിബീൻ. മതി 10 വരെ അത്. മാഷാ അല്ലാഹ്.
അവിടെയും അതുപോലെ വൈലു ശ്രദ്ധി അല്ലേ? വൈലുണ്ട് അവിടെയുണ്ട് ലാമിന് അത് നിസർക്കൊലി കറക്റ്റ് ആണ്. വൈലുയ്യ വൈലുയ്യ അവിടെ വൈലുൻ യൗമ ഇതിനെന്ന ഖിറാഅത്തില്ല. വൈലുൻ യൗമ. പിന്നെ ഇതിനോട് ശ്രദ്ധിക്കേണ്ട കാര്യം റായിനെ ഉച്ചരിക്കുമ്പോ റായിനെ നമ്മൾ ഉച്ചരിക്കേണ്ട സമയത്ത് റാ എന്ന് ഉച്ചരിക്കാൻ അത് റാക്കല്ല അത് റോ എന്നാണ് അറബിയിലെ വാക്ക് അക്ഷരം റോ. മലയാളത്തിലാണ് റാ എന്ന് പറയാം. റാ നമ്മള് നേരെ ഇത് പറയുന്നത് റോ ആക്കി പറയാം. അതെ അതെ അത് റോ. രീ വരുമ്പോഴോ രീ നമ്മള് പറയാം സാധാരണ രീ റോയിന് കസർ വരുമ്പോ രീ. അതെ റൂ അഥവാ റോ രീ റൂ. റോയിനെയും റൂയിനെയും അഥവാ റോയിന് ഫത്ഹ എന്ന റോ ദമ്മ എന്ന റൂ അതിനെന്ത് ചെയ്യണം? കനപ്പിക്കണം. ശബ്ദം കനപ്പിക്കണം. റോ റൂ. മനസ്സിലായില്ലേ? അതേ രൂപത്തിലാണ്. അപ്പൊ അവിടെ റോയിന് ഫത്ഹയാണ് വന്ന അപ്പൊ നമുക്ക് കനപ്പിക്കണം. സൗണ്ട് കനപ്പിക്കാൻ ചേർന്ന് ശബ്ദം കുറച്ച് ബാസം ഉണ്ടാ. ഒരുപാട് എന്താവില്ല ചുണ്ട് വൃത്താകൃതിയിലാവൂല. അത് പറ്റൂല. ആ രീതിയല്ല. ഉണ്ടാ. ആ ഒരു ശബ്ദം കണ്ട റോ പറയുമ്പോ ഒരു ശബ്ദം കണ്ട. ഈ മലയാളത്തിലാണ് റാ പറയുന്നത്. റാ അങ്ങനെ അറബിയില് പറയുമ്പോ എന്താണ് ഒരു ശബ്ദം മാറ്റമുണ്ട്. പിന്നെ കിതാബും മർഖൂം അവിടെ റോയിനെ കനപ്പിക്കാം. മർഖൂം അതുപോലെ ശ്രദ്ധിച്ചാൽ മതി. ഇൻഷാ അല്ലാഹ് അത് രണ്ടുപേരും പൊതുവെ പറഞ്ഞതാണ്. ഇൻഷാ അല്ലാഹ് ബാറക്കല്ലാഹു ഫീക്കും. അപ്പോ ഈ നമ്മള് എന്താണ് വഖഫിന്റെ ഒക്കെ നമ്മള് എന്താണ് നമ്മള് വർക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന ഗ്രൂപ്പില് കഴിഞ്ഞ മുമ്പത്തെ ക്ലാസ് ചെയ്ത് അയച്ചിട്ടുണ്ടാവുമല്ലേ? ഓക്കെ. അപ്പൊ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല ഇൻഷാ അല്ലാഹ്. എന്നാലും നമുക്ക് അവസാനിപ്പിക്കാം. അപ്പൊ അടുത്ത ക്ലാസ് നമ്മൾ ഇൻഷാ അല്ലാഹ് ക്ലാസ് തുടങ്ങത്തിൽ മുത്തഫിഫീന് 10 വരെ ആയി ഇൻഷാ അല്ലാഹ്. എനിക്ക് ഞാൻ ഓർമ്മിച്ച് വെക്കും, പക്ഷെ പല ക്ലാസ്സുകളാണ്ട് അവരെ പാഠം ഇതൊക്കെ ആണ്ട് അങ്ങനെ മൊത്തം ഇതാവും. നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങളെ പാഠം മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ തയ്യാറായിരുന്നു ഇൻഷാ അല്ലാഹ്. ആ സൂറത്തിൽ മുത്തഫിഫീന് 10 വരെ നമ്മൾ എത്തി. ഇനി 11 മുതൽ അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് തുടക്കം നമുക്ക് എന്ത് ചെയ്യാം. അപ്പൊ ഓരോരുത്തരെയും നമുക്ക് ഒരു അരപ്പേജ് വെച്ച് നമുക്ക് ഇൻഷാ അല്ലാഹ് ഓതാം. അരപ്പേജ് 1 മണിക്കൂർ ഇൻഷാ അല്ലാഹ്. ഒരുപാട് നമുക്ക് കുറച്ചും കൂടി തജ്വീദ് മഖ്റജൊക്കെ റെഡിയാക്കാൻ പറ്റും. തജ്വീദ് മഖ്റജൊക്കെ നമ്മൾ ഓതി തന്നെ ഇങ്ങനെ ശീലിക്കണം. അത് നമുക്ക് നോട്ട്ബുക്കിൽ ഇങ്ങനെ ഹുക്കുമായിട്ട് എഴുതിയിട്ട് കാര്യമില്ല, ഡെഫിനിഷനായിട്ട് എഴുതിയിട്ട് കാര്യമില്ല. അത് നമ്മൾ പറഞ്ഞ് ശീലിച്ച് മാറ്റണം. അപ്പൊ ഒരാളൊരു അര പേജ് 3/4 പേജ് ഒക്കെ ഓതുമ്പോ ഡെയിലി ഇങ്ങനെ ഓരോരോ വെള്ളിയാഴ്ച ഇങ്ങനെ ഓതുമ്പോ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചും കൂടി അപ്ഡേഷനായി വരും. ഖിറാഅത്ത് ഓത്ത് നമുക്ക് മാറും ഇൻഷാ അല്ലാഹ്. അപ്പൊ അടുത്ത ക്ലാസ് നമുക്ക് എന്ത് ചെയ്യാം, ഖിറാഅത്ത് അഥവാ തിലാവത്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇൻഷാ അല്ലാഹ്. നല്ല അവസാനിപ്പിക്കാം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഷാകിരീൻ മുഖദ്ദരീൻ.